ഇപ്പൊ ക്ലാസ് മിസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് റെക്കോർഡാവോ? Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Start here, Tom. Start with prayer. Start ചെയ്തോളൂ. ആരാന്നറിയില്ല, ഞാൻ പറയട്ടെ. Dear God, bless our learning today. Guide us and help us find the way. May our hearts be kind and minds be bright. Shine your light and make it a wonderful day. Okay. Signing parade, ma'am. Good afternoon, teacher and my dear friends. Firstly, I would love to welcome all of you to this new academic section. This day is very special for all of us. Is a new beginning with new hope, goals and challenges. Thank you, ma'am. Thought of the day. The ability to speak exactly is intimately related to the ability to know exactly. Once again, the ability to speak exactly is intimately related to the ability to know exactly. Wendell Berry. Thank you. Okay. So, good afternoon to all. ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നല്ലോ. അതാണ് ഞാൻ ചിരിച്ചത്. ഓക്കെ. റെക്കോർഡ് ആവോ? റെക്കോർഡ് ആവാതിരിക്കാൻ ഞാൻ രക്ഷപ്പെടുത്തി. ഞാൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ റെക്കോർഡ് ഇല്ല. പേടിക്കണ്ട. അല്ല, വെറുതെ നമ്മുടെ ജനറൽ ടോക്ക് ആരും കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഞാൻ കേട്ടു എന്തായാലും. ബാക്കി കേട്ടില്ല. അത് കുഴപ്പമില്ല. എന്തൊക്കെയാണ് ചുമരുമ്പ് ചാരി വെച്ചാ മതി. എന്തൊക്കെയാണ് നോക്കിയേ. അത് ഫ്രണ്ട്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല മിസ്. അതെ അതെ, ഞാനും നിങ്ങളുടെയൊക്കെ പോലൊക്കെ തന്നെയാണ് എന്ന് ആലോചിക്കണം. നോക്കി കുഴപ്പമില്ല, രസമല്ലേ. മഞ്ജു അത്രയും നേരം മഞ്ജു രാകേഷ് അത്രയും നേരം ക്യാമറ ഓൺ ചെയ്തിരിക്കായിരുന്നു. സൈൻഡ് പറയുന്ന ടൈമിൽ തന്നെ ക്യാമറ ഓഫ് ചെയ്തു. അതെന്താണ് റീസൺ? നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താണെന്ന്? പേടിയായിട്ടാ മിസ്സേ. ഒരിക്കലല്ല, അതല്ല കാരണം. നോക്കി വായിക്കണോണ്ട് അല്ലേ മഞ്ജു? നോക്കിയല്ലേ വായിച്ചേ? അതാരുടെ ക്യാമറ ഓഫ് ചെയ്തത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, മഞ്ജുവിന് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ പ്ലാനിങ്? എന്താണ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങള്? സർപ്രൈസ് ആണ് എനിക്ക്. യെസ് മാം, സ്റ്റോറി ഉണ്ട്, ഒരു ഷോർട്ട് സ്റ്റോറി. മാസ്റ്റർ പ്ലാൻ എവിടെ? സുബി ഉണ്ട് ക്ലാസ്സില്? പ്ലാൻ ചെയ്തിട്ട് ആള് ജോയിൻ ചെയ്തിട്ടില്ല. കണ്ടില്ല. അപ്പൊ എന്താണ് പ്ലാനിങ്? എന്താണ് പറയൂ, സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റോറിയും പിന്നെ ഈ കളക്റ്റീവ് നൗണിന്റെ ഇത് എല്ലാവരോടും ചോദിക്കാച്ചിട്ട് മാം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ആര് വേണമെങ്കിലും ചോദിക്കാം. അറിയുന്നവര് ഫസ്റ്റ് പറയാം, അങ്ങനെ വിചാരിച്ചു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. ക്യാമറ ഓൺ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അൺപിൻ ചെയ്യാം. എല്ലാരും കാണാലോ. മിസ്സേ, ഞാൻ ഓൺ ചെയ്യുമ്പോ ഒന്നെങ്കിൽ മിസ്സിന് മാത്രം കാണണം, ബാക്കിയുള്ളവരെ കാണാനില്ല. അല്ലെങ്കിൽ അതെന്താ അങ്ങനെ? മിസ്സിനെ എല്ലാവരെയും കൂടെ കാണാൻ പറ്റത്തില്ലേ? ഞാൻ ഓൺ ചെയ്യുമ്പോ മിസ്സിനെ എന്നെ മാത്രം കാണുള്ളൂ. അല്ലാണ്ട് മറ്റേ വേറൊരു റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാരും കാണണ്ട, മിസ്സിനെ കാണാനില്ല. ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ പോയി. പക്ഷെ എല്ലാരും കാണാം. ഞങ്ങക്ക് മിസ്സിനെ കണ്ടാൽ ഇത്തിരി കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്ക് നിങ്ങൾ എല്ലാരും കണ്ടേ? കുറച്ചുപേര് മാത്രമേ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരും ഓൺ ചെയ്തിട്ടില്ലല്ലോ.
ദിവ്യ, മഞ്ജു, രണ്ട് മഞ്ജു, അനുപ്രിയ, നിമ്പി, സുബി, ആക്കി ആരല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യൂ. Yes, ma'am. Story start ചെയ്യാം ma'am. ഓക്കെ, Good afternoon, ma'am. ഈ ക്ലാസ്സിൽ കഴിഞ്ഞ പണിയിലാണോ അൻഷില? പണി പിന്നെ ചെയ്യാം, വാ ക്ലാസ്സിലേക്ക് വരൂ. ഓക്കെ, എന്താ അവസ്ഥയെ നോക്കി, ഒരു മിസ് പണി പിന്നെ ചെയ്യാൻ ക്ലാസ്സിലേക്ക് വരുമെന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ. ഓക്കെ, പ്രസീത സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. I hope you all are doing good. I'm here to tell you a short story. In a small village, there lived a little girl. Her name was Rupa. She loved painting, and but others used to laugh at her paintings. And her classmates, everyone told her like, see, Rupa, the sky is not in pink color, and the trees don't have heart, so they don't smile. So why are you painting in such a way? They all laughed at her. But Rupa never gave up. She continued her drawing, her painting, and she smiled and said that, I believe in my dreams, and this is the way how I see the world. She said like that. Then one day, village school announced a competition, that is painting competition. Everyone told Rupa, you need not to participate in this competition because don't waste your time. Your drawing your painting is like something unreal, so don't try to participate in this competition, everyone told. But Rupa never gave up. She quietly started her painting. She began her painting, that is drawing her dream world. She drew her painting like with the blue, pink sky and dancing stars, smiling trees in such a way. Finally, the day of competition came. And among all other paintings, Rupa's painting stood out, and not for being perfect, for being different and courageous. And she believed in her dreams, and among all other paintings, her painting stood out. And judge, he said, smiled and said that this painting shows imagination and courage, and it shows a girl with who believes in her dreams. So this painting won the first prize, and also she won the respect from others. So the moral of this wonderful story is that believe in yourself, if others don't, and try keep believe in yourself, and your uniqueness is your strength. So keep shining. Thank you. ഓക്കെ ഓക്കെ പ്രസീത. Thank you. ഓക്കെ, വാട്ട് നെക്സ്റ്റ്? ഞാൻ ന്യൂസ് വായിക്കട്ടെ. പിന്നെ വായിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഇപ്പൊ എന്റെ ഓൺ വേർഡ്സും കൂടി വരും കേട്ടോ പറയുമ്പോ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ടുഡേ ഹെഡ്ലൈൻസ്. Manjuraj are: the Ukraine war is going to stop by America and Russia. Failure to control crowding at Shabarimala Pattanamthitta. Christmas exam will start from December 15 to December 23. Sports: Football Super League Kerala, live Thrissur and Thiruvananthapuram tonight at 7:30 p.m. That's all for today. Thank you. Have a nice day. Wow, very good. നോക്കിയേ വായിച്ചില്ല അല്ലേ? കൊള്ളാം. നോക്കിയേ വായിച്ചുള്ളൂ മിസ്സസ്. നോക്കിയേ വായിച്ചുള്ളൂ. കൊള്ളാം, എന്നാലും പോട്ടെ, കുഴപ്പമില്ല. ബൈഹാർട്ട് ഞാൻ പഠിക്കും മുതലേ ബൈഹാർട്ട് ഞാൻ പഠിക്കാറ്, പക്ഷെ എനിക്ക് കിട്ടാറില്ല മിസ്. ഞാൻ ട്രൈ ചെയ്യാം. നോക്കി വായിക്കുന്ന പുതിയ പുതിയ ടെക്നിക്ക് ഇപ്പൊ കയ്യിലുണ്ടല്ലേ?
അതല്ല, ഞാൻ കുറെ നേരം വായിച്ച് പഠിച്ചതാ, എന്നാലും തെറ്റിപ്പോന്നുള്ളൊരു പേടി. കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ന്യൂസ് പെട്ടെന്ന് തീർന്നു. അത് മോള് കൊറേ എഴുതി തന്നാണ്, ഞാൻ അതിൽ നിന്ന് ഷോർട്ടാക്കി എനിക്ക് പറ്റണ മാത്രം എടുത്ത് പറഞ്ഞതാ. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. താങ്ക് യു മിസ്, താങ്ക് യു. എല്ലാം ന്യൂസ് ഒക്കെ തീർന്നതിനാണോ നോക്കി വെച്ചത് എല്ലാരും ചിരിക്കണത്? അങ്ങനെയല്ല, മീൻസ് പുതിയതായിട്ട് ഒരു ഐറ്റം മീൻസ് മഞ്ജു ട്രൈ ചെയ്തു, അത് നല്ലപോലെ പറഞ്ഞും ചെയ്തു. മീൻസ് മഞ്ജുയുടെ എഫേർട്സ് അതിനകത്ത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ചിരിക്കുമല്ല, മീൻസ് കൊച്ചാക്കുമല്ല, പക്ഷെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. എല്ലാരും ഹാപ്പി അല്ലേ? ഞാൻ പെട്ടെന്നാണ് ഈ ഒരു തീം കണ്ടുപിടിച്ചത്, പുതിയതായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോ. എനിക്ക് ഇഷ്ടമായിട്ടോ, ന്യൂസ് റീഡിങ് പെട്ടെന്ന് ആർക്കും അങ്ങനെ ക്യാച്ച് ചെയ്യില്ല. അടിപൊളിയായി. എന്തായാലും താങ്ക് യു. ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിരുന്നു. അത് മഞ്ജുവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. പോരെ, ഇത്ര മതിയോ? താങ്ക് യു മിസ്. ഓക്കെ മഞ്ജു. ഇനി നെക്സ്റ്റ് എന്താ? എന്താണ് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണോ എല്ലാവരും? എന്താണ് പരിപാടി? ഒന്നുമില്ലേ? എന്താണിത്? ക്യാമറ ഓൺ ചെയ്തെങ്കിൽ ഇരിക്കുകയാണ് എല്ലാവരും. എന്താണ് പരിപാടി? എന്താ നെക്സ്റ്റ്? എന്താ മാം? കളക്റ്റീവ് നൗൺസ് ചോദിക്കാം മാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്. അപ്പം ചിക്കുമോള് അടുത്ത ക്ലാസ്സിലുണ്ടോന്ന് അറിയത്തില്ല. ചിക്കുമോൾ അവളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം പോലെ എന്തോ കണ്ടക്ട് ചെയ്യാനായിട്ട്. ചിക്കുമോൾ ക്ലാസ്സിലുണ്ടല്ലോ. ചിക്കുമോൾ ആളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അയ്യോ സോറി മാം, ഞാൻ ഇവിടെ ഉണ്ട്. കുഞ്ഞിത്തിരി പ്രശ്നത്തില്ല, അതാ ഞാൻ അവളുടെ പുറകെ ഓടും. ഉണ്ട്. അവളെ കളിക്കാനിരുത്ത്, അവള് ഓടി എന്റെ അടുത്ത് വരും, പിന്നെ അവള് പ്രശ്നമാവും. അതാണ് ഞാൻ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മാം ഒരു 25 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ നൗൺസ്, ഫോർ നൗൺസും കമ്പൈൻ ചെയ്തുകൊണ്ട്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ചിക്കുമോൾ ഓക്കെ ആണോ? മോളോ മോനോ അടുത്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓടുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇച്ചിരി പ്രശ്നത്തില, ഞാൻ ക്യാമറ ഓഫ് ചെയ്യും, എപ്പോഴാ ഓടുന്നെന്ന് പറയാൻ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിക്കാം മാം. ചിലപ്പോ ആള് കാണുമ്പോ കാണയല്ലേ? മോളാണോ? യെസ് മാം. പേരെന്താണ്? പൊന്നിന്റെ പേര് പറ. ഇതൾ മാം. ഇതൾ. ഓക്കെ, നല്ല പേരാണല്ലോ. ഇതൾ കാണുന്നുണ്ടോ? ഓക്കെ, ആള് നോക്കിയിരിക്കാണ് കേട്ടോ. ടൈം ഉണ്ട്, അപ്പൊ പറഞ്ഞോളൂ. ആള് ഇവിടെ ശ്രദ്ധിച്ചിരിക്കാണ്. ഫസ്റ്റ് ഞാനൊരു സെന്റൻസ് പറയാതെ, അതില് പ്രോപ്പർ നമുക്ക് 4 kinds ഓഫ് നൗൺ ഉണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാവൂന്ന്, ആരും എടുത്തില്ല. അതാണ് ഞാനൊന്ന് പറയുവാണ്. പ്രോപ്പർ നൗൺ എല്ലാവർക്കും അറിയാലോ, പ്രോപ്പർ ആയിട്ടൊരു നെയിം കൊടുക്കുന്ന ആളിന്റെ പേരോ സ്ഥലത്തിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും. കോമൺ നൗൺ കോമൺ ആയിട്ട് ബോയ്, കിങ്, റിവർ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അബ്സ്ട്രാക്ട് നൗൺ നമുക്ക് തൊടാൻ കഴിയില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നത്, അതാണ് അബ്സ്ട്രാക്ട് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നൗണിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതെന്താന്ന് പറയാൻ പറ്റത്തില്ല, അതിനു വേണ്ടിയിട്ടാണ്. ഓടല്ലേ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്. റിയ വെന്റ് ടു ദി മാർക്കറ്റ്. അതില് പ്രോപ്പർ നൗൺ എന്താണ്? റിയ വെന്റ് ടു ദി മാർക്കറ്റ്. റിയ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ.
അതിലെ കോമൺ നൗൺ എന്താണ്? Boy and ball. ഓക്കെ, Boy. നെക്സ്റ്റ് ഞാൻ സെന്റൻസ് പറയാം. അതിലെ കളക്റ്റീവ് നൗൺ എന്താന്ന് പറയണം. എ ഹെഡ് ഓഫ് കൗ ഗ്രേസ് ഇൻ ദ ഫീൽഡ്. എ ഹെഡ് ഓഫ് കൗ. Third. ഓക്കെ, അടുത്തത് ഞാൻ സെന്റൻസ് പറയാം. അതിൽ അബ്സ്ട്രാക്ട് എന്തോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ആ ഹെഡ് സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? HERD ഹെർഡ്. HERD. ഓക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അതിലെ അബ്സ്ട്രാക്ട് നൗൺ. Honesty. പോളിസിയും അബ്സ്ട്രാക്ട് നൗൺ അല്ലേ? പോളിസിയും ആ, എനിക്കും അത് ഡൗട്ട് ഉണ്ട്, എന്നാലും നിങ്ങൾ പറഞ്ഞു. പോളിസി. അപ്പൊ കറക്റ്റ് മിസ്സിനോട് ചോദിക്കും. ഹോണസ്റ്റി ആണെന്നാണ് ആൻസർ. പോളിസി എങ്ങനെ പറയും? പോളിസി കോമൺ നൗൺ അല്ലേ വരിക? ഡൗട്ട് എന്താണ്? മാം, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി, അതാണ് സെന്റൻസ്. അതില് അബ്സ്ട്രാക്ട് നൗൺ ഹോണസ്റ്റി പോളിസി ആണോ എന്ന് പ്രസീതയ്ക്ക് ഡൗട്ട്. പോളിസിയും വരില്ലേ? പോളിസിയും വന്നു മാം. പോളിസി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മള് ഹോണസ്റ്റിയും അതുപോലത്തെയാണ് പോളിസിയും നമ്മളുടെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ. ഹോണസ്റ്റി ഈസ് എ അബ്സ്ട്രാക്ട് നൗൺ, ക്ലിയർ ആണ്. പോളിസി എന്താ പറയാ? നോർമലി ഒരു നൗൺ അല്ലേ, അല്ലേ? നമ്മൾ അതിനെ അബ്സ്ട്രാക്ട് എന്നോ, അബ്സ്ട്രാക്ട് എന്താണ് ശരിക്കും? ഒരു ഇമോഷൻ അല്ലേ? ജസ്റ്റ് ഫീൽ ചെയ്യാൻ, ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നൗൺ അല്ലേ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്? അതിനെങ്ങനെ പോളിസി കോമൺ നൗൺ വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു 3 വേർഡ്സ് പറയാം. അതിലെ പ്രോപ്പർ നൗൺ ഏതാന്ന് കണ്ടുപിടിക്കണേ. സിറ്റി, ടീച്ചർ, മുംബൈ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് 3 വേർഡ്സ് പറയാം. താജ്മഹൽ, റിവർ, കേരള. ഇതിലെ കോമൺ നൗൺ. ഓക്കെ, നെക്സ്റ്റ് പ്രൈഡ്, ലയൺ, ആഫ്രിക്ക. അതിലെ കളക്റ്റീവ് നൗൺ. പ്രൈഡ്. ഓക്കെ ഓക്കെ, പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം. മറ്റത് ലയൺ, ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കളക്റ്റീവിനാണോ ഞാൻ ചോദിച്ചത്? ഈ പ്രൈഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ലയൺ അല്ലേ? പ്രൈഡ്. അതെ, Pride of Lions. കളക്റ്റീവ് നൗൺ. പ്രൈഡ്, ലയൺ, വേറെ എന്തുവാ? ആഫ്രിക്ക. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്തിരി പ്രശ്നമാ. പ്രൈഡ് കളക്റ്റീവ് നൗൺ ആണ്, അബ്സ്ട്രാക്ട് നൗൺ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? പ്രൈഡ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ലയൺ പറയുന്ന ഒരു കളക്റ്റീവിലാണ് പ്രൈഡ് പറയാം. അതുപോലെ തന്നെ പ്രൈഡ് എന്താ, അല്ലാതെ നോർമൽ നമ്മൾ വിമാനം ഒക്കെ പറയുന്ന രീതിയിൽ അത് പറയാം. സോ രണ്ടുമാണ്, ബോത്ത് അബ്സ്ട്രാക്ട് ആൻഡ് കളക്റ്റീവ് നൗൺ. ഓക്കെ, സപ്പോസ് ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടും ഇപ്പോ ഒരു വേർഡ് 2 നൗൺ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എക്സാമിന് എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത്. എക്സാമിന് ഒരിക്കലും അങ്ങനെ 2 ഓപ്ഷൻസ് വരില്ല കേട്ടോ. അപ്പൊ പ്രൈഡ് ചോദിച്ചു, ഓപ്ഷൻസിൽ ആബ്സ്ട്രാക്റ്റും കളക്റ്റീവും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ. മനസ്സിലായോ? ആ ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ,
കണ്ടിന്യൂ ചെയ്തോളൂ ചിക്കുമ്പോൾ. ചിക്കുമ്പോൾ ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാം യെസ് മാം. എന്നാൽ വീഡിയോ ഞാൻ ഓഫ് ചെയ്തു. ഇവിടെ ചാടുന്നത് കിടന്നു കാരണം ഇവിടെ ഉണ്ട്. ഓക്കെ. പുള്ളിക്ക് ഉറങ്ങാനുള്ള ടൈമായി അതാ. നെക്സ്റ്റ് 3 വേർഡ്സ് പറയാം. കറേജ്, ടൈഗർ, ടേബിൾ. അതിൽ അബ്സ്ട്രാക്ട് നൗൺ. Courage. ഇനി ഒരു വേർഡ് പറയാം. അത് ഏത് ടൈപ്പ് ഓഫ് നൗൺ ആണെന്ന് പറയണേ. ഫ്രീഡം. Abstract. Abstractive noun. ഓക്കെ. നെക്സ്റ്റ് ഇന്ത്യ. Proper noun. ഓക്കെ. ഫാമിലി. ഫാമിലി. Collective noun. കളക്റ്റീവ് നൗൺ അല്ലേ? Collective. Family. ഫാമിലി. കളക്റ്റീവ് നോൺ വരുന്നത് കളക്റ്റീവ് ഗ്രൂപ്പ് നൗൺ ഓഫ് ആണ്. പീപ്പിൾ അല്ലേ അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഡോക്ടർ. Collective. കോമൺ നൗൺ. ഡോക്ടർ കോമൺ നൗൺ അല്ലേ? കോമൺ ആയിട്ട് പറയുന്ന ഡോക്ടർ, നഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറയത്തില്ലേ? നെക്സ്റ്റ് ഒരു സെന്റൻസ് പറയാവേ. അതിലെ പ്രോപ്പർ നൗൺ എന്ന് പറയണേ. മൈ ബ്രദർ മെറ്റ് ഡോക്ടർ ജോൺ യെസ്റ്റർഡേ. മൈ ബ്രദർ മെറ്റ് ഡോക്ടർ ജോൺ യെസ്റ്റർഡേ. ഇതിലെ പ്രോപ്പർ നൗൺ. John. Okay, John, Dr. John. Okay. Next, the students sat in the classroom. അതിലെ common noun. Student. Students sat in the classroom. സ്റ്റുഡൻസും വരും ക്ലാസ്. Student. രണ്ടും വരത്തില്ലേ? രണ്ടും വരും. സ്റ്റുഡൻസ് നമ്മുടെ കളക്റ്റീവ് നൗൺ അല്ലേ വരുന്നത്? ആ. The students sat in the classroom. അതിലെ കോമൺ നൗൺ നമ്മുടെ ക്ലാസ് റൂം വരും. സ്റ്റുഡൻസ് നമ്മുടെ കളക്റ്റീവ് നൗൺ അല്ലേ വരുന്നത്? അല്ല, അല്ല, pupil അല്ലേ? സ്റ്റുഡൻസും കോമൺ നൗൺ ആണ്. സ്റ്റുഡൻസിന്റെ കളക്റ്റീവ് നൗൺ pupil അല്ലേ? PUPIL. രണ്ടും സ്റ്റുഡൻസ് അപ്പോൾ എസ് വരുമ്പോൾ നമുക്ക് അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ വരുന്നത്? മീൻസ് എന്റെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. മാം അതൊന്ന് ക്ലിയർ ചെയ്യുമോ മാം? സ്റ്റുഡൻസ് ആണോ? മാം ദ സ്റ്റുഡൻസ് സാറ്റ് ഇൻ ദി ക്ലാസ് റൂം. അതാ സെന്റൻസ്. അതിലെ കോമൺ നൗൺ സ്റ്റുഡൻസും ക്ലാസ് റൂമും രണ്ടും വരില്ലേ മാം? സ്റ്റുഡൻസ് കോമൺ നൗൺ ആണ്. ക്ലാസ് റൂം കോമൺ നൗൺ അല്ലേ? നമുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് അറിയോ? ഒരു നൗൺ എന്ന് വെച്ചാൽ പേര്. ആ പേര് കേൾക്കുമ്പോ പല രീതിയിലും വരും. മനസ്സിലായോ? ഇപ്പൊ ചിലത് കോമണും ചിലത് ആബ്സ്ട്രാക്റ്റും ആയിരിക്കും. ഒരു നൗൺ തന്നെ രണ്ടിലും പെടുന്നതുണ്ട്. ഓക്കെ, അല്ലാണ്ട് ഒരെണ്ണം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോയോ കളക്റ്റീവ് നൗൺ അല്ലയോ അല്ലെങ്കിൽ കോമൺ നൗൺ അല്ലേ, രണ്ടും അല്ലേ നിങ്ങൾക്ക് തോന്നും. രണ്ടുമാണ്, അങ്ങനെ ചിന്തിക്കാം. അയ്യോ സ്റ്റുഡൻസ് അല്ല, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. അതുപോലെ തന്നെ ക്ലാസ് റൂം കോമൺ നൗൺ ആണ് കേട്ടോ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പേരല്ലേ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് മീൻസ് സ്റ്റുഡൻസ്, പിള്ളേരുടെ കൂട്ടം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കോമൺ നൗൺ അല്ലേ വരുന്നത്? കോമൺ നൗൺ. സോറി, കളക്റ്റീവ് നൗൺ അല്ലേ വരുന്നത്? ബിക്കോസ് ഗ്രൂപ്പ് അല്ലേ വരുന്നത്. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് പറയുന്നതിന് പേരുണ്ടെങ്കിലാണ് കളക്റ്റീവ് നൗൺ വരാൻ. മനസ്സിലായോ? സ്റ്റുഡൻസ് മീൻസ് സ്റ്റുഡന്റ് എഴുതി കഴിഞ്ഞാൽ അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. അതിൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പ്ലൂറൽ ആണ്.
പ്ലൂറൽ നൗൺ ആണെന്ന് പറയാം, അത് കൗണ്ടബിൾ നൗൺ ആണെന്ന് പറയാം, പക്ഷെ കളക്റ്റീവ് നൗൺ അല്ല. ഓക്കെ, ക്ലാസ് റൂമും അതേപോലെ തന്നെ കോമൺ ആണ് കേട്ടോ. Okay, ma'am. Next, a bunch of grapes was kept on the table. അതിലെ collective noun. Okay. She felt great happiness when she won. Abstract. Abstract അതിലെ noun abstract noun. happy. Happiness. Okay. അടുത്തത് സ്കൂൾ ബാംഗ്ലൂർ ഗേൾ. ഇതിലെ പ്രോപ്പർ നൗൺ എന്തുവാ? Bangalore. ഓക്കെ. ബാംഗ്ലൂർ കറക്റ്റാ. അടുത്ത ബുക്ക് ആമസോൺ മാസ് MARS മാസ്. അതിലെ കോമൺ നൗൺ? കറക്റ്റാ. അടുത്ത ടീം ബോയ് രാകേഷ്. അതിലെ കളക്റ്റീവ് നൗൺ? ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് കൈൻഡ്നസ് ക്യാറ്റ് ടീച്ചർ. അതിലെ അബ്സ്ട്രാക്ട് നൗൺ? Kindness. ഓക്കെ. ഇനി ക്രൗഡ് എന്ന് പറഞ്ഞ വേർഡിന്റെ ഏത് ടൈപ്പ് ഓഫ് നൗണാ ക്രൗഡ്? Collective. ഓക്കെ. ബ്യൂട്ടി? Abstract. ലണ്ടൻ? Proper noun. അനിമൽ? Common noun. ജൂറി? Collective. ഓക്കെ ഫ്രണ്ട്സ്, 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ. ചിക്കുമളി ഗ്രൂപ്പ് മീൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത 25 ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ എല്ലാവർക്കും അത് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയവർക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ ഇടാം. താങ്ക് യു. പുതിയ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഒക്കെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ കളക്റ്റീവ് ക്ലാസ് നെക്സ്റ്റ് കേട്ടോ. ക്ലാസ്സും ബാച്ച് എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇതേപോലെ ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ? സ്റ്റുഡൻസ് കളക്റ്റീവ് നൗൺ ആണോ? നോ, അല്ല. സ്റ്റുഡൻസിന്റെ കളക്റ്റീവ് നൗൺ ആണ് ക്ലാസ് ബാച്ച് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇരിക്കുന്ന എവിടെയാ? ക്ലാസ് എന്നല്ലേ പറയാം നമ്മള്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലാസിന്റെ കാര്യം. ഓക്കെ, ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അത് കളക്റ്റീവ് നൗൺ അല്ലേ? അതെ, ക്ലാസ്. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? ഇത് കുറച്ച് എവിടേക്കോ എന്തൊക്കെയോ അല്ലെ കൺഫ്യൂഷൻ പോലെ തോന്നുന്നുണ്ട്. കാരണം മുഖം കണ്ടെങ്കിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ശീലായിക്കോളും. പഠിക്കൂ, നന്നായിട്ട് പഠിക്കൂ കേട്ടോ. പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. പഠിക്കും, സെർച്ച് ചെയ്ത് പഠിക്കും. ഓരോ ഡൗട്ട്സ് വരുമ്പോഴും സെർച്ച് ചെയ്യുക. എന്തുകൊണ്ട് അത് കളക്റ്റീവ് നൗൺ ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് കോമൺ നൗൺ ആയി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഇതാണ് നെക്സ്റ്റ് എന്താ? ഒന്നുമില്ല, കഴിഞ്ഞോ? നോ മാം, ഉണ്ട്. നെക്സ്റ്റ് നിമ്മി ഉണ്ട്. ക്ലാസ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ? നിമ്മി കൗണ്ടബിൾ നൗൺ. ഞാൻ കൗണ്ടബിൾ നൗൺ എടുത്തോട്ടെ? നിമ്മി അല്ലേ പറഞ്ഞ കൗണ്ടബിൾ നൗൺ എടുക്കാവുന്ന? അല്ല, നൗൺ ആരും എടുത്തില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ചിക്കുവിനാണല്ലോ എടുത്തതെന്നോ? അത് വേറെ ആരും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചതാ. അത് ആരും മീൻസ് മുമ്പിലോട്ട് വന്ന് പറയാൻ റെഡിയല്ല. അപ്പൊ ആർക്കാ ഇഷ്ടമുള്ളത്, ആർക്കാ റിവിഷൻ ചെയ്യാനുള്ള താല്പര്യം ഉള്ളത് അവർക്ക് വന്ന് പ്രസന്റ് ചെയ്യാന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഓരോരോ ചാപ്റ്റർ പഠിച്ചു പോയി ചാപ്റ്റർ റിവിഷൻ പോലെ നമ്മൾക്ക് ഒന്ന് ചെയ്യാമെന്നാ നമ്മൾ ഉദ്ദേശിച്ചേ. പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. അപ്പൊ നമ്മളിന്ന് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം
അത് കൗണ്ടബിൾ നൗൺസ് ആർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി. അതായത് നമ്മൾ ബുക്ക്, ചെയർ എന്നൊക്കെ പറഞ്ഞ ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നെ കൗണ്ട് ചെയ്യുന്നതിന്റെയാണ് കൗണ്ടബിൾ നൗൺസ് നമ്മൾ പറയുന്നത്. They have both singular plural forms, and we also can be number as quantifier. അതായത് ഇതിന് സിംഗുലർ ഫോം ആയിട്ടും പ്ലൂറൽ ഫോം ആയിട്ടും പിന്നെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി അതിന് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇൻ സിംഗുലർ ഫോമില് വി യൂസ് ആർട്ടിക്കിൾസ് ലൈക്ക് ആൻ, എ ഓർ ആൻ. എക്സാമ്പിൾ, എ ബോയ്, എ ഗേൾ, എ പെൻ, like that. Then in plural countable noun, add s, es or es, es, en as per the vowels and word ending letters. Then we add s to normal, mostly simple ആയിട്ട് യൂസ് ചെയ്യുന്ന നൗൺസിലാണ് നമ്മൾ എസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ബുക്സ്, ചെയർ, ചെയേഴ്സ്, ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മള് അതിനൊരു എക്സാമ്പിൾ ഫോർ നൗൺ തരാമോ? എൻഡിങ്. ഇപ്പം നിമി പറഞ്ഞ പോലെ വോവൽസ് ഒക്കെ ഉണ്ട്. അത് വോവൽസ് ഏതൊക്കെ വേർഡ്സ് ആ വോവൽസിനകത്ത് കാൽക്കുലേറ്റ് ആകുന്നത്, അതിന്റെ ഓരോരോ എക്സാമ്പിൾ ആയിട്ടൊന്ന് പറയാമോ? അപ്പം എല്ലാവർക്കും കുറച്ചും കൂടി ക്ലിയർ ആകും. നിമി ഇപ്പൊ പറഞ്ഞല്ലോ വോവൽസ് എ ഒ ഐ എം അതിനകത്ത് ആഡ് ആണെന്ന്. അപ്പൊ വോവൽസിനകത്ത് നമുക്ക് ഏതൊക്കെ വേർഡ്സ് ആ വരുന്നത്, ആൽഫബറ്റ്സ് ഏതൊക്കെയാ വരുന്നത്, അതൊന്ന് പറയുവാണെങ്കിൽ എല്ലാവർക്കും കുറച്ചും കൂടെ ക്ലിയർ ആകും. ബിക്കോസ് നമ്മള് എല്ലാവരും ഒരേ ലെവലല്ലല്ലോ. ഇത് ഞാൻ ജസ്റ്റ് ബേസ് ലൈനിലുണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം നെക്സ്റ്റ് ടോപ്പിക് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ നമ്മുടെ ഫോർമേഷൻ ഓഫ് പ്ലൂറൽസ്, അപ്പൊ അതിനകത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ജസ്റ്റ് അത് മാത്രം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാൻ, കുഴപ്പമില്ല. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് പറയട്ടെ മാം. Yeah, okay. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ വവൽസ് ആയിട്ട് പറയുന്നില്ല മാം, ഞാൻ നോട്ട് ചെയ്ത് വെച്ച് കുറച്ച് വായിക്കുകയാണേ. എക്സാമ്പിൾസ്: ബുക്ക്, ബുക്സ്, ഫോക്സ്, ഫോക്സസ്, സാൻഡ്വിച്ച്, സാൻഡ്വിച്ചസ്, ക്ലാസ്, ക്ലാസസ്, ബേബി, ബേബീസ്. ബേബി എന്ന് പറയുമ്പോൾ വൈ വരുന്നത് വൈയിൽ അവസാനിക്കും. സോറി, ബേബീസ്. ദെൻ ബേബീസിൽ വരുമ്പോൾ IES ആണ് വരുന്നത്. ദെൻ ബോയ്സ് വരുമ്പോൾ ബോയ്സ്, വൈഫ്, വൈഫ്സ്, റൂഫ്, റൂഫ്സ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഇത് വവൽസ് വരുമ്പോഴും അതിന്റെ ലെറ്റർ ഏത് ലെറ്റർ ആണോ എൻഡിങ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിനൊപ്പം. ദെൻ ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഇൻ പോസിറ്റീവ് സെന്റൻസ്. ഇത് നമ്മൾ കുറച്ച് സെന്റൻസിൽ, പോസിറ്റീവ് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസിലും യൂസ് ചെയ്യുന്ന കുറച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് who to use plural countable nouns. കുറച്ച് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോ നമ്മള് നമ്പേഴ്സിന്റെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ 3, 2 അങ്ങനെ പറയാം. 3, 2 ആപ്പിൾസ്, 2 ചെയേഴ്സ് അങ്ങനെ പറയുന്നതിനാണ് നമ്പേഴ്സിന്റെ ഇതിൽ നമ്മൾ കൗണ്ടബിൾ നൗൺസിൽ വരിക. പിന്നെ ഹൗ മെനി എന്ന് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആരോടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൗ മെനി എന്ന് പറഞ്ഞാൽ. ആ ഹൗ മെനിയിൽ നമ്മൾ ഇൻഡിക്കേറ്ററിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൗ മെനി കാർസ് ആർ ഡു യു ഹാവ് ഓൺ. അതായത് നിങ്ങൾക്ക് എത്ര കാറ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഒന്നിൽ കൂടുതൽ കാർ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഹൗ മെനി എന്ന് നമ്മൾ എടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അതൊരു കൗണ്ടബിൾ ആണ്. അയാൾക്ക് ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോഴേക്കും അതൊരു
കൗണ്ടബിൾ നൗൺ ആണ്. യൂസ് ഡിറ്റർമൈൻ വിത്ത് സിംഗുലർ ഓർ പ്ലൂറൽ കൗണ്ടബിൾ നൗൺ. കുറച്ച് ഡിറ്റർമൈൻ ചെയ്യണ കുറച്ച് കൗണ്ടബിൾ നൗൺസ്. സം ഇൻ പോസിറ്റീവ് സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സം. നേരത്തെ ഞാൻ പറഞ്ഞു പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് സം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാൻ വേണ്ടി ഐ നീഡ് സം ഹെൽപ്പ് വിത്ത് ദീസ് എക്സസൈസ്. ഈ ഇതിനകത്ത് സം എന്ന് പറയുന്നത് ഒരാളോട് ഒരു ഹെൽപ്പായിട്ട് ചോദിക്കുകയാണ്. അപ്പം അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സം എന്ന് പറഞ്ഞത്. ഇനി എനി എന്നുള്ള ഒരു ഇതിൽ യൂസ് ചെയ്യും. അത് ഒരു നെഗറ്റീവ് സെന്റൻസിൽ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എനി വെച്ചിട്ടുള്ളത്. എക്സാമ്പിൾ, ഡു യു ഹാവ് എനി ആപ്പിൾസ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആപ്പിൾസ് ഉണ്ടോ എന്ന് ചോദിക്കുക. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോഴാണ് എനി നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഡു യു ഹാവ് എനി പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മള് പതുക്കെ ഒത്തിരി സ്പീഡ് കൂടി പോയി. സം എന്ന് പറഞ്ഞ പാട്ട് പറഞ്ഞാൽ അതൊന്ന് ക്ലിയർ ആയില്ല, ഒന്ന് പറയാമോ? സ്പീഡ് ഒത്തിരി കൂടി പോയി, എല്ലാം വെളിയിൽ പോവാ. ഓക്കെ കുറച്ച് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാ. ഓക്കെ, സം എന്ന് ഉദ്ദേശിച്ചേക്കണത് പോസിറ്റീവ് കാര്യങ്ങൾക്ക്. ഒരു സെന്റൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതായത് നീഡ് സം ഹെൽപ്സ്, അതായത് കുറച്ച് ഹെൽപ്പ് ഒന്ന് ചെയ്യോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് സം എന്ന് പറയുന്നത്. അതായത് ഒരു കൗണ്ടബിൾ നൗൺ തന്നെയാണത്. ക്ലിയർ ആണ്? ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ. അപ്പൊ നെഗറ്റീവ് ഇതുപോലെ തന്നെ എനി എന്നുള്ള നെഗറ്റീവ് നെഗറ്റീവ് ഇതിലും ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എനി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡു യു ഹാവ് എനി ആപ്പിൾസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനു വേണ്ടി ചോദിക്കുന്ന എനി എന്നുള്ള ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഏതെങ്കിലും ഉണ്ടോ, എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൗണ്ടബിൾ ആണ്. എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിന് നമുക്ക് റിപ്ലൈ കിട്ടുന്നത് ഇത്ര എണ്ണം ഉണ്ട് എന്നുള്ള കൗണ്ട് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആണല്ലോ നമുക്ക് കിട്ടുക. അതായത് ഇത്ര നമ്പേഴ്സ് ഉണ്ട് എന്നായിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾസോ കൗണ്ടബിൾ നൗണിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി എ ആൻഡ് യൂസ് ചെയ്യുന്നത് സിംഗുലർ നൗണിലാണ്. അതായത് എ ആപ്പിൾ, ആൻ ആപ്പിൾ, എ ചെയർ എന്നൊക്കെ പറയില്ലേ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിന് നമ്മൾക്ക് ഫോർമേഷൻ ഓഫ് പ്ലൂറൽസിൽ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കണ്ടേ. ഞാൻ അത് നോക്കിയില്ലെന്നല്ല, അടുത്ത ആൾ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അത് വിട്ടത്. അതിന്റെ ചെറിയൊരു ബ്രീഫ് ചെയ്തെന്നുള്ളു, ഇത് ടച്ച് ചെയ്ത് പോകാൻ. അതിന്റെ ഇടയ്ക്ക് മൊത്തം കൊളായി. ഓക്കെ, എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അവിടെ വിധത്തിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഡൗട്ട് അല്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് കുറച്ച് ടെൻഷൻ കുറയ്ക്കോ? എന്താണ് ടെൻഷൻ? എന്തായിട്ട് ടെൻഷൻ അടിക്കുന്നേ? അറിയില്ല മിസ്, പെട്ടെന്ന് ഇങ്ങനെ വന്നു. അതിങ്ങനെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഭയങ്കര ഇതൊക്കെ വെച്ചതാ. പക്ഷെ പെട്ടെന്ന് തുടങ്ങിയപ്പോ കയ്യിൽ പോയി. ഓക്കെ, പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ, നമുക്ക് ടെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ടെൻഷൻ ആണ്, ഒരു കാര്യം പഠിച്ചിട്ടില്ലെന്ന് വിചാരിക്കും. പക്ഷെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാവരും ഓർത്തെടുക്കണം കേട്ടോ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ടെൻഷനാണ്, നമുക്ക് കാണാൻ പറയാം ടെൻഷൻ കേട്ടോ. അങ്ങനെ കാണിക്കാൻ പാടില്ല, മനസ്സിലായി? നമുക്ക് ടെൻഷൻ ഇല്ലെങ്കിലും നമ്മൾ വേറെ ആരെയും കാണിക്കരുത്. ഓക്കെ, പുറമെ കോൺഫിഡൻസ് ആയിട്ട് ഓക്കെ ക്ലാസ് എടുക്കാം. അറിയില്ലെങ്കിൽ പോലും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ആസ് എ ടീച്ചർ അങ്ങനെയാണ്, അങ്ങനെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ആരും പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും പറഞ്ഞു തരില്ല, ഞാൻ മാത്രമേ പറയൂ. ചുമ്മാ ഓക്കെ. മഞ്ജു ചേച്ചിയെ കണ്ടോന്ന്? മഞ്ജു ഇതിനെ കളിയാക്കുന്നുണ്ട് മഞ്ജു രാകേഷ്. എന്നെയാണോ? ഞാൻ ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു. കണ്ടില്ലേ, നോക്കുകയാണെങ്കിൽ ഞാൻ കോൺഫിഡൻസോടെ വായിച്ചെന്ന് എന്റെ വിശ്വാസം. അതിലെ മഞ്ജുനെ കണ്ടുപിടിക്കണോട്ടോ എല്ലാവരും. ഒന്നും അറിയില്ലെങ്കിൽ പോലും മഞ്ജു അത് പിടിച്ചു നിൽക്കും. പക്ഷെ എങ്ങനെ ആണ് അല്ലെ മഞ്ജു? ഞാൻ സംസാരിച്ച് പറയുന്നില്ല. അതുപോലെ മഞ്ജു മൈക്ക് ഓൺ ചെയ്തിട്ട് നിർത്തേമില്ല.
അതുകൊണ്ട് നമുക്കുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം, സോറി മ്യൂട്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യട്ടോ. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ തരാണ്. നമ്മുടെ ഡെയിലി ലൈഫ് മാം കേട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കൗണ്ടബിൾ നൗൺസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടബിൾ നൗൺസിന്റെ പേരൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാമോ? കേട്ടൊന്ന് വിശ്വസിക്കുന്നു. അതിന് റിപ്ലൈ ഒന്നുമില്ല. ഓക്കെ, എക്സ് ഷെയർ. ഓക്കെ ഓക്കെ, clothes, pencils, countries, class 8 കഴിഞ്ഞോ? ഓക്കെ, ഫോട്ടോസ്, കളേഴ്സ്, ബുക്സ്, furnitures, coins, ഓക്കെ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവരും അത്യാവശ്യം എല്ലാവരും ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഞാനൊരു ചെറിയൊരു ബ്രീഫ് നോട്ട്, ഒരു ഷോർട്ട് നോട്ട് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്. Countable nouns play a vital role in our daily communication. We used them to express specific quantities and identify individual items, making our language more precise and effective. By understanding the singular and plural form of countable nouns, we can convey our thought and ideas more clearly, both in writing and speaking. Okay, thank you all. ഇത്ര നേരം എന്നെ സഹിച്ചതിന് നന്ദി. Okay, Nimi. Then what next? എന്താണ്? എന്താണ് ഒന്നുമില്ലേ? ആരും നിമിട്ടുന്നില്ലല്ലോ. സമയം പോകുന്നു കേട്ടോ. 50 minutes മാത്രമേ ഉള്ളൂ. പെട്ടെന്നാവട്ടെ. മാം കളക്റ്റീവ് നോട്ട്സ് ചോദിക്കാം മാം. അപ്പോൾ കിട്ടുന്നവര് അതിന്റെ പറയാം. മാം എഴുതി തന്നെ കളക്റ്റീവ് നോട്ട്സ് തന്നെ ഷഫിൾ ചെയ്ത് ചോദിക്കും. Okay. പിസ്റ്റൽസിന്റെ കളക്റ്റീവ് നോൺ ഓർമ്മയില്ല? ബ്രേസ് എന്നാണ്. ബ്രേസ്. ന്യൂസ് കളക്റ്റീവ് നോൺ ന്യൂസ്. ബഡ്ജറ്റ് ഓഫ് ന്യൂസ്. പ്രസീത, യെസ് മാം. ചോദിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ആരും പഠിച്ചിട്ടൊന്നുമില്ല. അത് ആരെങ്കിലും ആർക്കെങ്കിലും കളക്ട് ചെയ്യണമെന്ന് അറിയോ? പഠിച്ചോ നിങ്ങൾ? ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്തു. നിങ്ങൾ ചോദിച്ച് നോട്ടൊക്കെ വാങ്ങും. പഠിക്കുന്നുണ്ടോ? സത്യം പറയും. ഇല്ല. പ്രസീത 2-3 കൂടി ചോദിക്കും. നമുക്ക് ഇപ്പൊ നോക്കാം. ഓക്കെ. കിങ്സ് അറ്റ്ലീസ്റ്റ് ആ ലിസ്റ്റ് നോക്കിയെങ്കിലും അറിയുമോ?
Kings. Cluster of kings. Cluster of kings. അതെ. നെക്സ്റ്റ് ബോട്ട്സിന്റെ ബോട്ട് Fleet ആണോ? അല്ല, ബോട്ടിന്റെ ഇത് നോട്ട്സിൽ കാണാനില്ലല്ലോ. Floatil. ഉണ്ട്. മിസ് തന്നിട്ട് എഴുതിയെടുത്തില്ല. ഞാൻ മിസ് ഇനി കയറിയിട്ടുണ്ടായിരുന്നില്ലെന്ന് അറിയില്ല. എന്റെ നോട്ടിൽ കാണാനുള്ള കേട്ടോ. അപ്ലോഡ് ചെയ്ത നോട്ട്സ് ഞാൻ എഴുതിയെടുത്തതാട്ടോ, അതാ ചോദിക്കുന്നത്. ഗ്രൂപ്പ് Flotilla of boats. ഫ്ലോട്ടില്ല. അതാണ് ആൻസർ. സ്റ്റാമ്പ് Collection of stamps. കറക്റ്റ് ആണ്. കാർസിന്റെ കാർ Fleet. ഷൂസ് Pair of shoes. പെയർ. യെസ്. വിൻഡ് Break of wind. ബ്രീക്ക് ഓഫ്. ജൂറിമെൻ Panel. സ്റ്റിക്സ് Bundle of sticks. ഹെയർ Lock of hair. സ്കൗട്ട്സ് Troop of scouts. മൗണ്ടെയിൻസ് Range of mountains. ഓക്കെ. Range of mountains. റെയിൻ Shower of rain. പ്ലാന്റ്സ് Nursery of plants. Nurseries of plants. സ്റ്റെയർസ് അതാദ്യം ചോദിച്ചിരുന്നു. ബോട്ട് ചോദിച്ചപ്പോ സ്റ്റെയർസിന് അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Flight. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്. ഹോഴ്സ് Stud ആണ്. അല്ല, ഹോഴ്സസിന്റെ Team of horses. ടീം ഓഫ് ഹോഴ്സ്. ക്ലർക്ക് സ്കൂൾ ഓഫ് ക്ലർക്ക്. മെൻ Band of men. Band of men. ബാൻഡ് ഓഫ് മെൻ. പോലീസ് A band of men. പോലീസ് Force of police. ഫോഴ്സ് ഓഫ് പോലീസ്. Forces of police. സെനറ്റേഴ്സ് House of senators. thieves House of senators. gang of thieves. buffaloes herd of cats Louder. cubs Litter. dogs collection Pack of dogs. പിന്നെ kangaroos Troop of kangaroos. monkeys Troop of monkeys. rabbits Group of monkeys. rabbits Buddy of rabbits. Bury of അല്ല rabbits. parrots okay bury of rabbits parrots Company of parrots.
Cross, cross, Mother of mother of cross. cross. Swans, Birds of swans. asses, Wedge. Herd of us. alla, Head of us. herd. Bear, bears, Sloth of bears. Sloth of bears. പിന്നെ geese, geese, Gaggle of geese. gaggle of geese. Hens, Brood of hens. chickens, Brood of chicken, chickens. brood of chickens. Butterflies, Flight of butterflies. ants, Colony. Colony of ants. A colony. Colony of ants. boys, അതെ boys, Blush of Blood. blush of blush of boys. foxes, 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 Skulk. Skulk of the fog. പിന്നെ computers, Network of computer. network of computers. Eggs, eggs, Clutch of. Clutch of. Clutch of eggs. clutch. Wines, wines, wine, Seller of wine. Yeah. seller of wine. Okay, Okay, ma'am. Okay. Okay. clear. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലാ പോർഷൻസും ഓക്കെ ആണല്ലോ. നൗൺസിന്റെ കാര്യം ഡൗട്ട് വരുമ്പോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യാം, അത് സെർച്ച് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, ആരും കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഓക്കെ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ആരും ഇതുവരെ കുറച്ചുപേരും ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ചുപേര് മാത്രമാണ്. സോ മാക്സിമം എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ബോറല്ല. നിങ്ങൾക്ക് തന്നെ അത് എന്താണ്, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ആവാണ് അല്ലെ. നിമ്മി എക്സാമ്പിൾ നിമ്മിനെ പറയാണ് കേട്ടോ. നിമ്മി ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് എടുത്തു, പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ എന്താ തോന്നുന്നേ നിമ്മിക്ക് ക്ലാസ് എടുത്തതിന് ശേഷം? ക്ലാസ് മീൻസ് ക്ലാസിന്റെ ടൈമില് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. നെക്സ്റ്റ് ബെറ്റർ ആക്കും. അതെ അതെ, അത്രേ ഉള്ളൂ. അത് നമ്മള് ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഓക്കെ എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോ നമ്മളത് എങ്ങനെയായിരിക്കും ആ ടൈമിൽ ചെയ്യാന്നുള്ളത് നിങ്ങൾ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തൊരു കാര്യം ആയിക്കോട്ടെ, എന്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്ത് ആക്ടിവിറ്റി തന്നാലും കേട്ടോ മാക്സിമം ചെയ്യും. കാരണം നിങ്ങൾ വെറുതെ വർക്ക് ചെയ്യാനിപ്പോ എന്തെങ്കിലും ഓഫീസ് ജോബോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് അങ്ങനെയൊന്നും അല്ലല്ലോ. ആ ഫീൽഡിലേക്കല്ല നിങ്ങൾ പോകുന്നത് അല്ലെ. ടീച്ചറാണ്, ടീച്ചറിന്റേതായ ഒരു സ്കില്ല് കാണാം അല്ലെ. സിറ്റുവേഷൻസ് ആണെങ്കിൽ എന്തും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. വെറുതെ കയറി നമുക്ക് പഠിപ്പിക്കാൻ പറ്റും? ഒരിക്കലില്ല അല്ലെ. ഓരോരുത്തരും ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് എന്തൊരു കാര്യമാണെങ്കിലും എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അത് ഏത് ടീച്ചർ ആണെങ്കിലും കേട്ടോ, ഞാനാണെങ്കിലും വേറെ ഏത് ടീച്ചർ ആണെങ്കിലും എന്ത് ആക്ടിവിറ്റി തന്നാലും അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലിയർ? Yes, ma'am. ഓക്കെ, നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഐ മീൻ ക്ലാസ് ഒഴികെ ബാക്കി എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ആക്റ്റീവ് ആണ് എല്ലാവരും? ഇതുപോലെ തന്നെയാണോ? യെസ് മാം, എല്ലാവരും ആക്റ്റീവാ. കുറച്ച് പേര് എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ദേർ. ഓക്കെ, സോ നല്ല ഇങ്ങനെ തന്നെ പോണോ കേട്ടോ. ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അതിനെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും പറയേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ഇപ്പൊ അല്ല, ഞാൻ എപ്പോഴെങ്കിലും അത് പറയാം. ഓക്കെ, അപ്പോ മൈൻഡ് ഇപ്പൊ ഏതാലോ? മൈൻഡ് ചെയ്യാം.
ഓക്കെ മാം. ആരാ സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാൻ പറയാം മാം. സ്റ്റോറി ഓക്കെ ആണോ മാം പ്രസന്റ് ചെയ്തത്? പിന്നെ ഓക്കെയാണ്. Okay, ma'am. Thank you. Okay. Yes, ma'am. Good afternoon, all. As we come to the end of today's session, I just want to take a moment to express my gratitude to all of you for your active participation and dedication throughout this class. We have covered a lot of valuable insights and strategies. I hope leaving today's session with new tools and ideas. Thank you all. Thank you. സോ എല്ലാവരും രീതിയിൽ നല്ലോണം പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും. അതിലെനിക്ക് ഞാനും ഒപ്പീനിയൻ പറയാം, എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് അറക്കോ ക്ലാസ് ഒന്ന് കാണാം, എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നും, മനസ്സിലായോ? അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അത് എന്തൊരു കാര്യമാണെങ്കിലും കേട്ടോ. ഫസ്റ്റ് ടൈം നിങ്ങൾ പഠിപ്പിക്കാൻ പോവാണെങ്കിൽ പോലും നിങ്ങൾ ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ആരും പെർഫെക്റ്റ് അല്ല, ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരിക്കലും പെർഫെക്റ്റ് ആണോ? ഒരിക്കലും അല്ല. ഞാനും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്റെ ക്ലാസ് എങ്ങനെയൊക്കെ ചോദിക്കണം, നിങ്ങൾ നല്ലതെന്നല്ലേ പറയുള്ളൂ അല്ലേ? പക്ഷെ എനിക്കറിയാം കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെയാണ് എല്ലാവരും കേട്ടോ. ഇംപ്രൂവ് ചെയ്യുക. ഓരോന്നും നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ കാണാം എല്ലാം. സോ അത്രയേ ഉള്ളൂ. ഓൾറെഡി ഒന്നുമില്ലല്ലോ. Thank you, Miss. Monday ഇതിന്റെ കണ്ടിന്യൂ ആണ്. താങ്ക് യു മാം. ഇല്ല, ഇനി കണ്ടിന്യൂ ഒന്നുമില്ല. ഇനി പഠിക്കണം, കുറച്ച് പഠിക്കണ്ടേ നമുക്ക്. ഇനി കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയോ? ചോദിച്ചതാ. നല്ല രസമല്ലേ അവന് ചുമ്മാ വന്നിരിക്കുക, ക്ലാസ് റെഡിയാ പോവാ അല്ലെ? പഠിക്കാട്ടോ, പഠിക്കാം. Okay. Thank you. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you.